ഹായ്, എൻ്റെ പേര് അഫ്ര. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്വദേശിനിയാണ്. ഇപ്പോൾ വന്ന IBPS PO റിസൾട്ടിൽ ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ PO ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ എൻട്രിയിലെ ഗോൾഡ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരുപാട് നാളത്തെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5-8 വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ജോലി സ്വന്തമാക്കണം. അതിപ്പോൾ നേടിക്കഴിഞ്ഞു. എനിക്ക് ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ്, ബാങ്ക് ക്ലാസ്സിനെ പറ്റിയിട്ടൊന്നും ഒരു ധാരണയുള്ള ആളായിരുന്നില്ല ഞാൻ. പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, ഞാൻ പഠിച്ചതനുസരിച്ച് എനിക്ക് അത്യാവശ്യം നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ ബാങ്ക് എക്സാംസ് ആയിരുന്നു എന്ന് മാത്രം എൻ്റെ നോളജിൽ വരുന്നൊരു റിസർച്ചിൽ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഓൺലൈൻ കോഴ്സസ്, ഓൺലൈൻ കോച്ചിങ് സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്. കുട്ടികൾ ചെറുതാകുമ്പോൾ എനിക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഓൺലൈൻ കോഴ്സസിനെ പറ്റി അന്വേഷിച്ചപ്പോൾ വളരെ കുറച്ച് ഓപ്ഷൻസ് 2023 അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചതിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയതും ഡെമോ കണ്ടപ്പോൾ ഒരു വെബിനാർ നടന്നു. അന്ന് വൈശാഖ് സാറ് മാത്സിൻ്റെ സിമ്പിൾ ട്രിക്സ് ആയിട്ടുള്ള ഒരു 2-3 എണ്ണം വളരെ കുറച്ച് നേരത്തേക്കുള്ള ഒരു ചെറിയൊരു ഇത് നടത്തിയതിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനിത് ഫുൾ എടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടൊക്കെ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും. ഞാൻ ഇവർ പറയുന്നത് ഫോളോ ചെയ്താൽ നന്നാവും എന്ന് തോന്നിയിട്ടാണ് ഞാൻ എൻട്രി തന്നെ ചൂസ് ചെയ്തത്. എൻട്രി ചൂസ് ചെയ്തപ്പോൾ അവരുടെ മെൻറ്റർഷിപ്പ്, അവർ ഗ്രൂപ്പും മെൻറ്റർഷിപ്പിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടത് അനിർവ മാമിനെയും ലിബിയ മാമിനെയും. അവരുടെ രണ്ടുപേരുടെയും സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്തും ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. അത്രയും നല്ല സപ്പോർട്ട്. ഏത് രാത്രിയിൽ, ഏത് പാതിരാത്രി എന്ത് കാര്യം ചോദിച്ച് വിളിച്ചാലും അനിർവ മാമും ലിബിയ മാമും അവൈലബിൾ ആണ്. എന്ത് കാര്യം ചോദിച്ചാലും. അതുപോലെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പിൽ കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടിക്കഴിയും. അപ്പം അത്രയും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സും മെൻറ്റേഴ്സും തന്നെയായിരുന്നു. പിന്നെ സന്ദീപ് സാർ, റീസണിങ് എന്താണെന്നുകൂടെ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സന്ദീപ് സാറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് റീസണിങ്ങിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഫൗണ്ടേഷൻസ്, നല്ല സോളിഡ് ഫൗണ്ടേഷൻസ് കിട്ടിയത് എൻട്രിയിൽ നിന്ന് തന്നെയാണ്. പിന്നെ എത്രയൊക്കെ നമ്മൾ ആരൊക്കെ ഫൗണ്ടേഷൻ തന്ന് പഠിപ്പിച്ചാലും നമ്മളത് അവരെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യണം. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റും. ഞാൻ 1 മാസം കൊണ്ടാണ് ഞാൻ എൻ്റെ ടോപ്പിക്സ് കവർ ചെയ്തത്. ആദ്യം തുടങ്ങുന്ന സമയത്ത് ഞാൻ എൻട്രിയിലെ കോഴ്സിന് ചേർന്നു. അതിനുശേഷം തൊട്ട് ഒരു 1 മന്ത് ബ്രേക്കേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത് IBPS ക്ലർക്കിൻ്റെ എക്സാമാണ്. അപ്പോൾ അതിന് മുന്നേ ടോപ്പിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രിയുടെ റെക്കോർഡഡ് വീഡിയോസ്, എല്ലാ റെക്കോർഡഡ് വീഡിയോസും എൻട്രി ആപ്പിൽ അന്നുണ്ടായിരുന്ന എല്ലാ റെക്കോർഡഡ് വീഡിയോസും ഞാൻ കണ്ടതാണ്. അതിനകത്തുള്ള സ്പീഡ് ട്രിക്സ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അത് ഇന്നും ഞാൻ എല്ലാ എക്സാമിന് മുമ്പും പോകുമ്പോൾ എടുത്ത് റിവൈസ് ചെയ്യാറുണ്ട്. അത് ഞാൻ എഴുതി വെച്ചിരിക്കുക. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അത് ഞാൻ പലരും എന്നോടൊരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഇത് യൂസ് ചെയ്ത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇത്രയും സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്നതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഏതൊരു എക്സാമിനെ പറ്റിയിട്ടും പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ലേഡീസ് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് തിരിഞ്ഞു നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് മനസ്സിൽ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആയിരിക്കണം. അതിൻ്റെ ഗോള് ഭയങ്കര ക്ലിയർ ആയിരിക്കണം. നമുക്ക് ഇന്ന കാര്യം നേടണം എന്നുള്ളൊരു ഗോളും, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എൻട്രിയെ പോലത്തെ ഒരു ബാക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ഗോള് സെറ്റ് ചെയ്യുക, നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. പക്ഷേ ഫെയിലിയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം. ഇത് ഇന്ന് തുടങ്ങി നാളെ കിട്ടുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പോലും 6 മാസം കൊണ്ട് ക്രാക്ക് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു ഗ്യാപ്പൊക്കെ എടുത്തിട്ട് വരുമ്പോൾ പെട്ടെന്ന് അത്ര വേഗം നമുക്കത് നേടിയെടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അതിലൊരിക്കലും നമ്മൾ മനസ്സ് വിഷമിപ്പിച്ച് ഡിപ്രസ്ഡ് ആയി പോകരുത്. പിടിച്ച് നിന്നാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. എൻ്റെ ഈ യാത്രയിൽ എന്നെ സഹായിച്ച എൻട്രി ടീമിന് എൻ്റെ വളരെയധികം നന്ദി.